പ്രിയപ്പെട്ടവരെ, ട്രൂത്ത് ടാഗിൻ്റെ ജാഗ്രത എന്ന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ എപ്പിസോഡിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ, പാളിച്ചകൾ, അതുപോലെ വിദ്യാർത്ഥികൾക്ക്, ആ വ്യക്തികൾക്ക് ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം നിങ്ങളുടെ വശത്തുണ്ടാകാം. നിങ്ങളാരാണ്? വിദ്യാഭ്യാസ വിദഗ്ധനാണോ? സാമൂഹ്യ പ്രവർത്തകനാണോ? മനഃശാസ്ത്രജ്ഞനാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും രംഗത്ത് വൈദഗ്ധ്യം തെളിച്ചൊരു വ്യക്തിയാണോ നിങ്ങളോട് ഈ രീതിയിലൊക്കെ സംസാരിക്കാൻ, ആധികാരികമായിട്ട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ ഇവിടെ ഒരു ആവശ്യം വരികയാണ്. എന്നെക്കുറിച്ച് ഏതാനും വാക്കുകളിലൂടെ ഒന്ന് പരിചയപ്പെടുത്തുക. എൻ്റെ വൈദഗ്ധ്യം കാര്യമായിട്ടൊന്നുമില്ല. ഏതാണ്ട് 7 പതിറ്റാണ്ട് കാലം ജീവിച്ച അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ, അതിലെ കാഴ്ചപ്പാടുകൾ, ആ ഒബ്സർവേഷൻസ്, നിരീക്ഷണങ്ങൾ, ഇത് ചുറ്റുവട്ടത്തുനിന്ന് കണ്ട് മനസ്സിലാക്കി എന്നെപ്പോലെയും എൻ്റെ പ്രായത്തിലുള്ളവരും അതിന് താഴെയും അല്ലെങ്കിൽ അതിനേക്കാളും സീനിയേഴ്സായിട്ടുള്ള ആളുകൾ ആ രംഗത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് ഞാൻ കണക്കാക്കിയെടുത്ത് ഉള്ള ഒരു സംപ്രേഷണ പരിപാടിയാണ്. നിങ്ങൾക്ക് ഈ തലമുറയ്ക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. എൻ്റെ കാലത്ത് 7 പതിറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ കിൻഡർ ഗാർഡനോ പ്ലേ സ്കൂളോ നഴ്സറിയോ ഒന്നുമില്ലാത്തൊരു കാലത്ത് ആശാൻ കളരിയിലാണ് ഞങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം ആരംഭിച്ചത്. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു വഴിയമ്പലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അന്ന് കാലനട യാത്രക്കാർക്ക് പാരവിറക്കി വെച്ച് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമാണ്, വാഹനങ്ങളൊന്നും ഇല്ലാത്ത കാലം. അപ്പം അക്ഷരവും അക്കവും പഠിക്കുക എന്ന് പറയുന്നതാണ് കളരിയോട് ഉദ്ദേശിക്കുന്നത്. ആ കളരിയിൽ ഒരു പാത്രത്തിൽ കുറേ പൂഴിമണ്ണുമായിട്ട് പോയിട്ട് നിലത്ത് ചമ്പരം പടഞ്ഞിരുന്ന് പൂഴിമണ്ണ് നിരത്തി ആ പൂഴിമണ്ണിൽ അക്ഷരം എഴുതി പഠിക്കുക. അതിൻ്റെ റെക്കോർഡായിട്ട് നമുക്ക് പനയോലയിൽ എഴുതി തരും ആശാൻ. ഒരു 5 ഓല എഴുതി കിട്ടിക്കഴിഞ്ഞ് അത് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മളൊരു ഘട്ടം പൂർത്തിയായെന്നുള്ളതാണ്. അക്ഷരങ്ങളൊക്കെ ഉറച്ചു, അക്കങ്ങളൊക്കെ നമ്മൾ ഉറച്ചു, ഗുണനപ്പട്ടിക, ഹരണം, ഇങ്ങനെയുള്ള കുറേ പട്ടികകളെല്ലാം ഇതാക്കി കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിലെ നമുക്ക് വ്യാപാരങ്ങൾ നടത്താൻ നമ്മൾ പ്രാപ്തനായി കഴിഞ്ഞു എന്നുള്ളതാണ്. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരു പ്രാപ്തി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു നിലയിൽ ഞാൻ പഠിച്ചു. അവിടെ നിന്ന് പ്രൈമറി സ്കൂള്, അതൊരു സർക്കാർ സ്കൂളാണ്, അവിടെ പഠിച്ചു. അവിടെ നിന്ന് ഒരു അപ്പർ പ്രൈമറി സ്കൂൾ, പിന്നീട് വീണ്ടും ഒരു സർക്കാർ സ്കൂൾ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് പ്രത്യേകിച്ചൊരു മെറ്റീരിയൽ, ബുക്കുകൾ കിട്ടുന്നില്ല. ആകപ്പാടെ കിട്ടുന്ന ന്യൂസ് പേപ്പറാണ്. ആ പേപ്പറിൽ വരുന്ന ടെൻഡർ നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ വായിച്ച് ആവർത്തി വായിച്ച് അത് ചില കാര്യങ്ങൾ ഗ്രഹിച്ചു എന്നുള്ളതാണ് ഒരു സംഗതി. പഠനത്തിൽ വലിയൊരു ഇതില്ല, ആരോഗ്യത്തിലും അത്ര ഇതിൽ മെച്ചമല്ലായിരുന്നതുകൊണ്ട് കായിക രംഗത്തും ഒന്നും കാര്യമായിട്ട് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കാണാനും വായിക്കാനും ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ, എൻ്റെ കാഴ്ചപ്പാടുകൾ, ജീവിതാനുഭവങ്ങൾ, അത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരനുഭവമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതുകൊണ്ട് ഈ 4ാം എപ്പിസോഡ് ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ എടുക്കുകയാണ്. നിങ്ങൾക്ക് അപരിചിതമായ ലോകം, പ്രത്യേകിച്ചും ഈ എന്നെ ശ്രമിക്കുന്ന നഗരത്തിലുള്ള ആളുകൾ ഒഴികെ മറ്റുള്ളവർക്ക് ഒരു പക്ഷേ മനസ്സിലാകുമായിരിക്കും കുറേ. എങ്കിലും 60 വർഷം മുമ്പ് അല്ലെങ്കിൽ 70 വർഷം മുമ്പ് സംഭവിച്ച കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ചില ആകാംക്ഷകളൊക്കെ ഉണ്ടാകും. അന്നത്തെ രീതി എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും. പാഠ്യപദ്ധതി എന്ന് പറയുന്നത് ഭാഷ, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സാമാന്യശാസ്ത്രം, സാമൂഹ്യ പാഠം. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ എങ്കിലും ഈ അക്ഷരങ്ങളും അക്കങ്ങളും ഉറച്ചതുകൊണ്ട് കാര്യമായ ബുദ്ധിമുട്ടില്ലാതെ എല്ലാവരും ഈ 7ാം ക്ലാസ് പാസ്സാകുന്നു. പിന്നെ 8, 9, 10 എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലേക്ക് പോകുന്നു. അതിന് മുമ്പ് 11 6th ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. എൻ്റെ ബാച്ച് മുതലാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സാകുമ്പോഴാണ് SSLC എന്ന് പറഞ്ഞു വരുന്നത്. അതിന് മുമ്പുള്ളത് 2nd ഫോം, 3rd ഫോം, 4th ഫോം, 5th ഫോം, 6th ഫോം. 6th എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 11ാം ക്ലാസ്സാണ്. അതായത് ഫസ്റ്റ് എന്താണ് +1 എന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്. അവിടെ തൊഴിൽ എന്ന് പറയുന്നത് അന്ന് പട്ടാളത്തിൽ പോകുക എന്ന് പറയുന്നതാണ് ഒരു തൊഴിൽ. ആ തണ്ടും തടിയുണ്ടെങ്കിൽ പട്ടാളത്തിൽ പോകാം, അല്ലെങ്കിൽ പിള്ളേരെ ജോലിയൊന്നും കിട്ടാതെ ഒളിച്ചു പോകും, ഏതെങ്കിലും നഗരത്തിൽ പോയി തൊഴിലെടുത്ത് ജീവിക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിലേക്ക് ഒരു പ്രതീക്ഷയില്ല, നമ്മുടെ സ്വപ്നങ്ങളൊന്നുമില്ല. സ്വപ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് യാഥാർത്ഥ്യമാകാനുള്ള യാതൊരു മാർഗ്ഗവുമില്ല. ടെലിഫോണില്ല. നമുക്ക് ആകെ ആശയവിനിമയം സാധ്യമാകുന്നത് പോസ്റ്റർ പീസ് വഴിയാണ്. പോസ്റ്റ്മാൻ, ഒരു ED പോസ്റ്റ്മാൻ എന്നൊക്കെ പറയും. സാധാരണ നാട്ടുമ്പുറങ്ങളിൽ ഉള്ള ചെറിയ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിൽ ഒരു ED പോസ്റ്റ്മാൻ വരുന്നതും കാത്താണ് ആളുകളെല്ലാം ഇരിക്കുക. അവർ കവിതാക്കളും ജോലി തേടുന്നവരും മറ്റു വിവരങ്ങൾ, ബന്ധുക്കളുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നവരെല്ലാം ഈ പോസ്റ്റ്മാനെ കാത്തിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അന്ന് ഈ ഒരു ജീവിത സാഹചര്യത്തിൽ വളർന്ന ആൾ അന്ന് കണ്ടതും ഇന്ന് കാണുന്നതുമായ സംഭവങ്ങളെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. എനിക്കൊന്ന് അന്നത്തെ വലിയ കുറവുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, ഞെരുക്കം അനുഭവിച്ചിരുന്ന കാലമാണ് ദാരിദ്ര്യം. പ്രത്യേകിച്ചും എന്നെപ്പോലെ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ കടക്കണിയിൽപ്പെട്ട് തട്ടം തിരിയുന്ന ഒരു കുടുംബമായിരുന്നു.
അതുകൊണ്ട് സാധാരണ എൻ്റെ ഇതിലുള്ള സമാനമായ കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടി കഴിഞ്ഞ ഒരു കുടുംബം. അപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയം വന്നുകൊണ്ട്, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കോൺഗ്രസ്, വലതുപക്ഷം, ഇടതുപക്ഷം, അങ്ങനെ രണ്ട് അതിന് കൂട്ടായിട്ട് കുറച്ച് പാർട്ടി ഗ്രൂപ്പുകൾ, സ്റ്റുഡൻറ്റ്, അതിൻ്റെ എല്ലാത്തിനും വിദ്യാർത്ഥി വിഭാഗങ്ങളുണ്ട്. കേരള സ്റ്റുഡൻസ് ഫോറം എന്ന് പറഞ്ഞാൽ KSF എന്നായിരുന്നു അന്നത്തെ ഈ DYFI ഇതിന് ഇതിൻ്റെ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്, കേരള ലെഫ്റ്റ് സ്റ്റുഡൻസ് യൂണിയൻ, SFI എന്ന് പറഞ്ഞതിന് വരാമെന്ന് KSF എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഓർമ്മ. KSU ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ കോൺഗ്രസിൻ്റെ ഒരു അനുഭാവിയായിട്ട് കയറി KSUവിൽ പ്രവർത്തിച്ചു. അത്യാവശ്യം സമരങ്ങളിലൊക്കെ കുറേയൊക്കെ പങ്കെടുത്തു. സമരം എന്താണെന്ന് കാര്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും സമരം എന്ന് പറയുന്ന ഒരു ആവേശമാണ്, ആ പ്രായത്തിൻ്റെ ഒരു ആവേശം. അങ്ങനെ ഒന്ന് രണ്ട് പോലീസ് കേസുകളിലൊക്കെ പെട്ടു. അത് വലിയ പ്രശ്നമില്ലാതെ ഊരിപ്പോന്നു. കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പരീക്ഷ എഴുതിയത്. അപ്പോൾ ഇങ്ങനെ സംഘർഷങ്ങളിലൂടെയും പോരായ്മകളിലൂടെയും ഇല്ലായ്മകളിലൂടെ കടന്നു വന്ന ഒരു ജീവിതം ചുറ്റുവട്ടം നോക്കിക്കണ്ടു. അങ്ങനെ മനസ്സിലാക്കി കാര്യങ്ങൾ, നിരീക്ഷിച്ച കാര്യങ്ങളാണ് ഞാനിവിടെ ഈ അവതരിപ്പിക്കുന്നത്. എൻ്റെ വിദ്യാഭ്യാസം പലപ്പോഴും പാതി വഴിയിൽ വിടേണ്ടി വന്നിട്ടുണ്ട്. അച്ചടക്കത്തിൻ്റെ കുറവുകൊണ്ടാണ്. അന്ന് നമുക്ക് ശരിയായൊരു ഗൈഡൻസ് തരാൻ, അല്ലെങ്കിൽ ഏത് വഴിക്ക് പോയാൽ എന്തായി തീരും എന്ന് അറിയാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള യാതൊരുവിധ സംവിധാനവുമില്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട്, അല്ലെങ്കിൽ പട്ടാളത്തിൽ നിന്ന് അവധിക്ക് വരുന്നവർ പറയും നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കാൻ, ട്രെയിനിങ് ഇല്ലാതെ പഠിപ്പിക്കാൻ അവസരം കിട്ടും. അല്ലെങ്കിൽ ഗോവ അതുപോലെയുള്ള യൂണിയൻ ടെറിട്ടറിയിൽ പോയി കഴിഞ്ഞാൽ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാനൊക്കെയുള്ള അവസരം കിട്ടും എന്നൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും എനിക്കതിനൊന്നും പോകാൻ പറ്റിയില്ല. ഞാൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതിലേക്ക് തിരിഞ്ഞു. ആദ്യം 1962 നമ്മുടെ ചുരുളിഗിരിത്തോട് കുടിയിറക്കം എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല. ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ EMS ഗവൺമെൻറ് അന്ന് വനം പതിച്ചു കൊടുത്തു കൃഷിക്കാർക്ക്. ഹൈ റേഞ്ച് പ്രദേശങ്ങളിലേക്ക് ആളുകൾ കുടിയേറി പാർത്തു. അവർ വനഭൂമി അതിൻ്റെ അടിക്കാടൊക്കെ വെട്ടി തെളിച്ച് ഏലം, കുരുമുളക് ഇതൊക്കെ കൃഷി ചെയ്ത് ഇങ്ങനെ കഴിവേ അതിൽ ചില അതിക്രമങ്ങളൊക്കെ ഉണ്ടായി. വനഭൂമിയിലേക്ക് ആൾക്കാർ കൂടുതലായിട്ട് കയ്യേറാനും ഈ ചെറിയ കർഷകരെ മുൻനിർത്തി അവരുടെ മറവിൽ സമ്പന്നരായ വലിയ കർഷകർ ആ പ്രദേശങ്ങൾ കൈയടക്കാനൊക്കെയുള്ള ശ്രമം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വനം വകുപ്പ് അവരെ കുടിയിറക്കി അവർക്ക് ഒരു മഴക്കാലമാണ്. അന്ന് കോൺഗ്രസ് ഗവൺമെൻറ് ഭരിക്കുന്ന കാലം. യശസ്വരനായ PT ചാക്കോ ആഭ്യന്തരമന്ത്രി, അന്ന് പറഞ്ഞു പോയ സഖാവ് AKG അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആവുന്നത്. അന്ന് AKG ഈ അമരാവതിയിൽ, ചുരുളിഗിരിത്തോട് പ്രദേശത്തിൻ്റെ അമരാവതി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നിരാഹാര സത്യാഗ്രഹവും കിടന്നു. AKG നിരാഹാര സത്യാഗ്രഹം കിടന്നു എന്നറിഞ്ഞുകൊണ്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ PT ചാക്കോ വളരെ രഹസ്യമായിട്ട് ആ പ്രദേശത്തെത്തി അവിടുത്തെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ താമസിച്ച് ഇദ്ദേഹത്തെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയുണ്ടായി എന്നുള്ള കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നു. അന്ന് പത്രം വായിച്ചുള്ള അറിവുകൊണ്ടാണ്. 12-13 വയസ്സുണ്ട്. അപ്പോൾ സഹപാഠികളായ കുട്ടികളോട് പറഞ്ഞു, നമുക്കും ഈ സമരത്തിൽ പങ്കെടുക്കണം. അത് ബസ് വിക്കറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ജാഥയായിട്ട് നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോവുക, ബസ് വിക്കറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയില്ല. എങ്കിലും ഇതിനോട് പങ്കുചേരുക എന്ന് പറയുന്ന ഒരു ആവേശത്തിൽ കയ്യിലുള്ള പുസ്തകക്കെട്ടുകളൊക്കെ ഒരു കുട്ടിയെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ 5-6 പേര് പോകാനായിട്ട് അങ്ങോട്ട് അതിൻ്റെ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി, ഒരു സഹപാഠി, ഒരു കൂട്ടുകാരൻ സ്കൂളിൽ ചെന്നു, എന്താണ് നീ മറ്റൊക്കെ എവിടെ നിന്ന് അധ്യാപകൻ ചോദിച്ചപ്പോൾ അവരൊക്കെ സമരം ചെയ്യാൻ പോകുന്നു എന്ന് ഒരു വിവരം കൊടുത്തു. അവിടുന്ന് ഹെഡ് മാസ്റ്റർ ഒരു ചൂരപടിയായിട്ട് വന്നിട്ട് ഞങ്ങളെല്ലാവരെയും അടി തന്ന് ക്ലാസ്സിൽ കയറ്റിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ജീവിതത്തിലെ സംഘർഷങ്ങളിൽ പങ്കെടുക്കുക, സംഘർഷങ്ങൾ ഉണ്ടാകുന്ന മേഖലയിലേക്ക് എന്താണ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി. ഈ അന്വേഷണങ്ങൾ എന്നെ കൊണ്ടെത്തിച്ചത് ഈ സമൂഹം, കുട്ടികളും വിദ്യാർത്ഥികളും കർഷകരും കർഷക തൊഴിലാളികളും ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ, എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് അവർക്ക് ഈ ദാരിദ്ര്യം, എന്തുകൊണ്ട് തൊഴിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് കോൺഗ്രസ്സിൽ ഞാൻ പ്രവർത്തിച്ചു. കോൺഗ്രസിൻ്റെ സേവാദൾ വോളണ്ടിയറായിട്ട് കുറച്ചാൾ നോക്കി. അപ്പോൾ ഇതിലേക്ക് തോന്നി ഇത് ഒരു ചൂടും തണുപ്പുമില്ലാത്തൊരു ഏർപ്പാടാണ്. ഖാദി പാൻറ്റും ഒരു ഇതുകൊണ്ട് കാൽസറായിട്ട് ഒരു ജുബായൊക്കെ ഇട്ടിട്ട് തൊപ്പിയും വെച്ചിട്ട് മഹാത്മാഗാന്ധി കി ജയ്, പണ്ഡിറ്റ് നെഹ്റു കി ജയ് എന്ന് പറഞ്ഞ് നടക്കുന്നത് യാതൊരു വിധമായ സാമൂഹികമായ ഒരു പ്രതിബദ്ധത അതിനകത്ത് എനിക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ഇടതുപക്ഷത്തേക്ക് ചേർന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നു. കമ്മ്യൂണിസ്റ്റിൻ്റെ 64 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിഞ്ഞപ്പോൾ ഇടതുപക്ഷത്ത് നിന്നു. പിന്നീട് തൊഴിലാളി യൂണിയനിൽ ചേർന്നു. അങ്ങനെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ ഇടതുപക്ഷത്തിനും ഈ രാജ്യത്തൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ ഏറ്റവും വലിയ പുരോഗമന പ്രസ്ഥാനമായ നക്സൽ പ്രസ്ഥാനത്തിലേക്ക് ആകർഷണമായി. മലബാർ പ്രദേശത്തിൻ്റെ ചില സ്നേഹിതന്മാർ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ കൂടിക്കൊള്ളുക. ഇപ്പള്ളിയിലെ വർഗീസൊക്കെ വെടികൊണ്ട് മരിച്ച ആ കാലം, നക്സലുകൾ കുറേ അക്രമങ്ങളൊക്കെ നടത്തി. കക്കയത്ത് ഡാമിൽ രാജൻ കൊല്ലപ്പെട്ടു. അവിടെ പേരാമ്പ്രയ്ക്കടുത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉണ്ടായി. ഇങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുന്ന എനിക്ക് ജോലിയുണ്ട്, ജോലി വിട്ടു പോകാൻ നിവൃത്തിയില്ല. ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകണം. വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കണം, വീടിനെ സപ്പോർട്ട് ചെയ്യണം, സ്വന്തം കാര്യം നോക്കണം. അപ്പോൾ ആശയപരമായ ഒരു പിന്തുണ ഇവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് കൂടെ തിരുത്തുക എന്നുള്ള സംബന്ധിച്ച് ഞാൻ കുറച്ചു കാലം വരെ അതിനോട് കൂടെ നിന്നു. പിന്നീട് അയൽന്ന് വിട്ടു.
സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് വന്നു. അതിനിടയ്ക്ക് ചില കോഴ്സുകളൊക്കെ നടത്തി. അത്യാവശ്യം കുറച്ച് നിയമവും കുറച്ച് എഞ്ചിനീയറിംഗ് സൈഡിലേക്ക് കുറച്ച് പഠിക്കാൻ നോക്കി. ഇതിലെ അക്കൗണ്ടൻസി ICAA അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി പരീക്ഷയിൽ അതിന് കോഴ്സിന് വേണ്ടി നോക്കി. അപ്പോൾ ഒന്നും ഈ അച്ചടക്കത്തിൻ്റെ കുറവുകൊണ്ട് എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും എനിക്ക് പല കോഴ്സുകൾ അതെല്ലാം സ്വപ്നമായിട്ട് ഒരു രാത്രിയിൽ കിടക്കുമ്പോൾ ഭീകര സ്വപ്നമായിട്ട് പിറ്റേ ദിവസം പരീക്ഷയാണ്, ഒന്നും തയ്യാറായിട്ടില്ല എന്നുള്ള വലിയ സ്വപ്നം ഇപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഈ സമഗ്രമായ ഒരു ജീവിത ദർശനം ഉണ്ടാകണം എന്നുള്ള ഇതിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ കാലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്തും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയും ഈ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരെയും ഒക്കെ അവരുടെ ഓഫീസുകളിൽ പോയി കണ്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു എപ്പിസോഡ് കൂടി അടുത്തൊരു തവണ ഞാൻ ഇത് അവതരിപ്പിക്കുന്നതായിരിക്കും. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.